എന്നാ മക്കളെ ദീൻ ഇവരെ കയ്യിലുണ്ടോ? ഇവർക്ക് ദീന് തിരിയോ? ഇവർക്ക് തിരിയും ഒരു തീന് മാത്രം. ഇത് ഇന്ത്യ ടുഡേയാണ്. ഇന്ത്യ ടുഡേക്കാരെ മോശമാക്കാൻ നമുക്ക് പറ്റില്ല, കുറച്ച് അംഗീകാരമുള്ള ഇന്ത്യ ടുഡേക്കാര് മലപ്പുറത്ത് വന്നിട്ട് രാവിലെ നല്ലോണം നാസ്ത കഴിക്കുന്ന ഒരാളെടുത്ത് വന്നു. ഒരു നാസ്ത കഴിക്കുന്ന ഒരാള്, ഞാനങ്ങനെ പറയാൻ കാരണം ഞാൻ ബാക്കി വായിച്ച ഖലീൽ തങ്ങൾ എന്നയാളെ പേര്. വ്യക്തിപരമായി എനിക്ക് അയാളോട് സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടെങ്കിലും അയാളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. എന്താ ചോദ്യം? ആ ചോദ്യം ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റുകളുമായി അടുക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമല്ലേ എന്ന് ചോദിച്ചിട്ട് അടുത്ത ചോദ്യം, അവരുടെ നാസ്തികത ഇസ്ലാമിന് വിരുദ്ധമല്ലേ? അപ്പൊ ഇയാൾക്ക് എന്താ സാധനം തിരിഞ്ഞിട്ടില്ല. ഇയാൾക്ക് 9 മണിക്ക് കിട്ടുന്ന എട്ടിപ്പാത്രം മാത്രമേ പരിചയമുള്ളൂ. അയാൾക്ക് പറഞ്ഞാൽ മതി, എനിക്ക് ആ ഒരു നാസ്തയെ തിരിയുള്ളൂ, വേറൊരു നാസ്തികത എനിക്കറിയില്ല. എന്താ മോശമുണ്ടോ? ഒരു മോശമില്ല. എനിക്കത് തിരിയൂല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലല്ലോ. അയാൾ പറഞ്ഞു, നാസ്തികതയേക്കാൾ വലിയ കുഴപ്പമാണ് അഴിമതിക്കും വ്യഭിചാരത്തിനൊക്കെ. അഴിമതി വ്യഭിചാരമാണ് നാസ്തികതയേക്കാൾ വലിയ പാപം. ഇയാള് പറഞ്ഞു. ഇന്ത്യ ടുഡേക്കാര് അതേ ഹെഡിങ്ങിൽ നല്ല ഒരു അഭിമുഖം പ്രസിദ്ധീകരിച്ചു. ഇത് ഇദ്ദേഹത്തിൽ അബദ്ധം സംഭവിച്ചു പോയതാണെങ്കിൽ അടുത്ത ദിവസം ഇത് വന്നു എന്ന് പരസ്യമായി തന്നെ ചന്ദ്രികാ ദിനപത്രത്തിൽ പ്രിയ സുഹൃത്ത് മുഹമ്മദ് ഉഗ്രപുരം രേഖപ്പെടുത്തി. ഇത് കണ്ടപ്പോഴാണ് ഇതൊരു അബദ്ധമാണ് അദ്ദേഹത്തിന് തിരിഞ്ഞത്. ഉടൻ അദ്ദേഹത്തിന് സ്വന്തമായ പത്രത്തിൽ എഴുതാമായിരുന്നു, അറിയാതെ സംഭവിച്ചു പോയതാണ്. പക്ഷെ അദ്ദേഹം എന്ത് പറഞ്ഞു? നേരത്തെ പറഞ്ഞു, കളവ് പറഞ്ഞാൽ പിന്നിൽ കൂടണ്ട, ന്യായീകരിച്ച പോയ വഷളാവും, അതിന്റെ പേരിൽ നല്ലത് പറഞ്ഞാൽ പോരെ. അയാള് പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയം എന്റെ പേരിൽ ഇന്ത്യ ടുഡേക്കാര് വെറുതെ എഴുതിയതാ. ഞാനത് അന്ന് തന്നെ 15-ാം തീയതി എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ അന്ന് തന്നെ ഇന്ത്യ ടുഡേ ചെന്നൈയിലെ ഓഫീസിലേക്ക് ഞാൻ തിരുത്ത് ഫാക്സ് ചെയ്തിട്ടുണ്ട്. ഇല്ല, 18-ാം തീയതി ചന്ദ്രികയിൽ വന്നപ്പോ ഇങ്ങനെ അബദ്ധം പറഞ്ഞത് അറിഞ്ഞപ്പോ ഇവർ ഉടൻ തന്നെ മഴുദിൻ എന്ന് പറയുന്ന ലെറ്റർ പേഡിൽ മഴുദിൻ ലെറ്റർ പേഡിൽ ഒരു തിരുത്തുണ്ടാക്കി. ഞാൻ പറയാത്തത് ഇന്ത്യ ടുഡേക്കാരുടെ ലേഖനം അറിയാതെ എഴുതി പോയതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അയച്ചു കൊടുത്തു എന്ന് 18-ാം തീയതി. എന്നിട്ട് 19-ാം തീയതി സിറാജ് പത്രത്തിൽ വരിക, അത് 15-ാം തീയതി തന്നെ ഞാൻ തിരുത്തിയിട്ടുണ്ട് എന്ന് അയാൾ പറയുന്നത്. തിരുത്തിയിട്ടുണ്ടോ? ഇവര് മുഴുവനും കളവ് പറഞ്ഞാലും, അഖിലേന്ത്യാ സെക്രട്ടറി പറഞ്ഞാലും, അയാളെ മുരീദ് പറഞ്ഞാലും, ആത്മീയ നേതാക്കന്മാരൊക്കെ കളവ് പറഞ്ഞാലും, കളവ് പറയാത്ത ചില ഹിന്ദുക്കൾ ഇവിടെ ഉണ്ട്. അതേതാ? മാംസബുക്കും സസ്യബുക്കും എന്നല്ല, നമ്മുടെ ഫാക്സ് മെഷീൻ. ഫാക്സ് മെഷീൻ സത്യം പറയലോ. ഇന്ത്യ ടുഡേയിലേക്ക് ചെന്നൈ ഓഫീസിലേക്ക് 18-ാം തീയതി ചന്ദ്രിക ന്യൂസ് കണ്ടപ്പോ ഇവർ അന്നേരം അയച്ചു കൊടുത്ത ഫാക്സിന്റെ കോപ്പി ചന്ദ്രികയിലേക്ക് ഇന്ത്യ ടുഡേ മദ്രാസിലെ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചു കൊടുത്തു. അതിലുണ്ട് 18-ാം തീയതി ഉച്ചക്ക് 12:52 ഈ ഫാക്സ് ചെയ്തത്. സമയം കറക്റ്റ് കമ്പ്യൂട്ടറോടെ കാണിച്ചിട്ടുണ്ട്. ഇയാള് പറയാ 15-ാം തീയതി ഞാൻ അയച്ചിട്ടുണ്ട്. ഇത് കാക്കി ട്രൗസർ എടുത്ത സിഫായിമാരാണെങ്കിൽ അത് മോളെ പേറ്റൂട്ടി കൊണ്ടുപോണ്ടായിരുന്നു, അന്ന് കത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, 2 ദിവസം വൈകിയാന്ന് പറയാം സിഫായിമാരാണെങ്കിൽ. ഇത് ഫാക്സ് മെഷീനല്ല മക്കളെ. എല്ലാരും നിങ്ങളെ പോലെ കളവ് പറയുന്ന ആളാ. അപ്പൊ ഇങ്ങനെ കളവ് പറയൽ മാത്രമാണ് ഇവരെ തൊഴിലെന്ന് ബോധ്യപ്പെടുത്താൻ ഇതൊക്കെ കൊണ്ടുവരുന്നത്.